ഹായ് ഗൈസ്. സോ നമ്മൾ 75 ഹാർട്ട് ചലഞ്ച് തുടങ്ങുകയാണ്. സോ 75 ഹാർട്ട് ചലഞ്ച് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് നമ്മളൊരു 7 കാര്യം എല്ലാ ദിവസവും ചെയ്യണം, ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഫോർ ദ നെക്സ്റ്റ് 75 ഡേയ്സ്. സോ അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 1 ഗാലൻ വെള്ളം കുടിക്കണം. 1 ഗാലൻ വെള്ളം എന്ന് പറയുമ്പോൾ 3.8 ലിറ്ററോളം വെള്ളമുണ്ട്. 2, നമ്മൾ എല്ലാ ദിവസവും പ്രോഗ്രസ് ഫോട്ടോ എടുക്കണം. 3-ാമത്തതും 4-ാമത്തതും നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാ ദിവസവും 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം. ആൻഡ് ഈ 2 വർക്കൗട്ടുകൾ തമ്മിൽ 3 മണിക്കൂർ ഗ്യാപ്പ് വേണം. 5-ാമത്തത് ഞാൻ ഒരു തരത്തിലും ചീറ്റ് മീൽസ് ഒന്നും ചെയ്യാൻ പാടില്ല, ഞാൻ ആൽക്കഹോൾ കുടിക്കാൻ പാടില്ല, ഞാൻ സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല, ലൈക്ക് പ്രോപ്പർ നോ ജങ്ക്. 6-ാമത്തത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറ്റിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ആൻഡ് 7-ാമത്തത് എല്ലാ ദിവസവും 10 പേജെങ്കിലും ഒരു നോൺ ഫിക്ഷൻ ബുക്കിൻ്റെത് വായിക്കണം. സോ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏതെങ്കിലും സാധനം എവിടെയെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഡേ 1-ലെത്തും. നമുക്കങ്ങനെ ചാലഞ്ച് നോർമലി ഒരു ദിവസം മിസ്സായിപ്പോയി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ 74-ാമത്തെ ദിവസമാണ് എനിക്കൊരു സാധനം തെറ്റുന്നെങ്കിൽ പോലും നെക്സ്റ്റ് ഡേ എനിക്ക് ഡേ 75 അല്ല, ഡേ 1 ആണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രഷറൈസിങ് പാർട്ട് ഇൻ ദിസ്. ഒരു തരത്തിൽ നമ്മൾ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ 75 ഡേ സോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 75 ഡേയ്സ് ഹാർഡിലേക്ക് പോകാത്തത് തന്നെ ഇതിൻ്റെ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി കാരണമാണ്. ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കാരണം മുടങ്ങാം അല്ലോ. സോ അത് കുറച്ച് പാടാണ്. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, ഈ വെതർ ഇന്നിപ്പോൾ കൊട്ട വെയിലാണെങ്കിൽ നാളെ ഇവിടെ ഭയങ്കര മഴയായിരിക്കാം. സോ എല്ലാ ദിവസവും എനിക്ക് ഔട്ട്ഡോർ വർക്കൗട്ട്സ് ഞാൻ ഉദ്ദേശിക്കുന്ന അത്ര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നോ മാറ്റർ ഹൗ ദി വെതർ ഇസ്, ഞാനത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫും സെയിം അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കല്യാണം വരാം, എനിക്ക് എന്തെങ്കിലും പരിപാടികൾ വരാം, എനിക്ക് വെക്കേഷൻ വരാം, എനിക്ക് ജോബായിട്ട് എന്തെങ്കിലും ട്രാവൽ വരാം. ലുക്ക്, ഒന്നും സെയിം അല്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നോ മാറ്റർ വാട്ട്, നിങ്ങളിത് ചെയ്തേ പറ്റുള്ളൂ. സോ അത് കുറച്ച് ടൂ മച്ച് ആയിട്ട് നമുക്ക് തോന്നാമില്ല. സോ ദർ ആർ ചാൻസസ് ദാറ്റ് യു ക്യാൻ ഓപ്റ്റ് 75 സോഫ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ 75 സോഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ രണ്ടും കൽപ്പിച്ചാണ്. വി നീഡ് അവർ ലൈഫ് ടു ബി മച്ച് മോർ ചാലഞ്ചിങ്. നമ്മൾ ഇത് ചെയ്യും. ആക്ച്വലി ഇത് ഇപ്പം ഇന്ന് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ അങ്ങ് തുടങ്ങരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്ന് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ട് ഞാൻ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ബോഡീനെയും ഞാനിത് ചെയ്യാൻ പോവുകയാണെന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആക്കിക്കൊണ്ട് മാത്രമേ തുടങ്ങാവുള്ളൂ. ബിക്കോസ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങാവുള്ളൂ. നിങ്ങൾ ഇന്ന് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങിയാൽ മതി. ഫോണിൽ ചാർജ് ഇല്ല ഗായ്സ്. സോ ഞാൻ ഇന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങാവുള്ളൂ. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അധികം വെള്ളം കുടിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഞാൻ നാളെ തൊട്ടങ്ങ് 3 ലിറ്റർ വെള്ളം കുടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ഒരു ദിവസം. സോ നിങ്ങൾ പയ്യെ കുറച്ചധികം നോർമലി കുടിക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് 75 ഡേ ഹാർട്ട് ചലഞ്ച് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം 2 നേരം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ യു സ്റ്റാർട്ട് എഹെഡ്. നിങ്ങൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് കുറച്ച് ആ മേലുവേദനയൊക്കെ കഴിഞ്ഞ് പയ്യെ നമ്മൾ ആ പ്രോപ്പർ ചലഞ്ചിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് 2 നേരം വർക്കൗട്ട് ചെയ്ത് നമുക്ക് ആ ചലഞ്ച് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇറ്റ് വുഡ് ബി മച്ച് ഈസിയർ ഫോർ യു. ആൻഡ് നമുക്ക് ഇപ്പോൾ ലൈഫ് ബിസി ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം അഹെഡായിട്ട് പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ മീൽസൊക്കെ നിങ്ങൾക്ക് കുറച്ചധികം പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ നേരെ സ്റ്റോക്കപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ചിലപ്പം നേരത്തെ മീൽ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ വേറെ ഉണ്ട്. സോ നിങ്ങളൊരു ട്രാക്കർ കീപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ എഴുതി എല്ലാ ദിവസത്തേക്കും ഡേ 75 എല്ലാ ദിവസവും ടിക്കറ്റ് പോകുന്ന ഒരു ട്രാക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ട്രാക്കർ ആയിക്കോട്ടെ, വാട്ട് എവർ വർക്ക്സ് ഫോർ യു, നിങ്ങൾ ട്രാക്കർ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് ട്രാക്കർസ് നമുക്ക് നമ്മളെവിടെ വരെ എത്തി, നമ്മളെങ്ങനെ പോകുന്നു എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് പുഷ് തരുന്ന ഒരു സാധനമാണ് ട്രാക്കർ. സോ ട്രാക്കർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചെയ്യുന്ന ട്രാക്കർ ഞാൻ നോഷനിൽ എനിക്കൊരു ട്രാക്കർ ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഐ എം ഫോളോയിങ്. ഇതാണ് എൻ്റെ ട്രാക്കർ. ഇത് ഞാൻ ചുമ്മാ ടിക്കറ്റ് കളിച്ച് നോക്കിയത് വർക്കാവുമെന്ന് അറിയാൻ. അനങ്ങുന്നില്ലല്ലോ. ഇപ്പം അനങ്ങി. ഓക്കെ. സോ ദിസ് ഇസ് ഗുഡ്. സോ നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്കർ സെറ്റപ്പ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ട്രാക്കർ. അതുപോലെ തന്നെ ഞാൻ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനെല്ലാം അടുക്കളയിലൊക്കെ ആണെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റൂം പ്രോപ്പർ ഡീപ്പ് ക്ലീൻ ചെയ്തു. സോ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങൾ മുന്നിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം. ഞാൻ രാവിലെ കണ്ണുറന്ന് കുറച്ച് അധികം വൃത്തിയായി കിടക്കുന്ന ഒരു റൂമാണ് കാണുന്നതെങ്കിൽ എനിക്ക് എൻ്റെ 75 ഡേ ചലഞ്ച് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്ര മോട്ടിവേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ ബിലീവ് നിങ്ങളുടെ എൻവയൺമെൻറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക
മോട്ടിവേറ്റീവും ഡീമോട്ടിവേറ്റീവും ചെയ്യുന്ന ഒരു സാധനമാണ്. സോ മേക്ക് ഷുവർ യുവർ എൻവയൺമെൻറ്റ് ഇസ് സംതിങ് ദാറ്റ് പുഷ് യു ടു മൂവ് ഫോർവേഡ്. പിന്നെന്താ ചെയ്തത്? പിന്നെ ഞാൻ ഇത് കാണുന്നുണ്ടോ, ഈ സാധനം സെറ്റ് ചെയ്ത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയപ്പോൾ വെച്ചത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ ആക്ച്വലി തുടങ്ങി 75 ഡേ ചലഞ്ച്. ആൻഡ് ഞാൻ 8 ദിവസം ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. ആൻഡ് 8ാം ദിവസം എനിക്ക് പനി പിടിച്ചു. പിന്നെ ഞാൻ കിടപ്പായി, ബെഡ് റിഡൻ പനി വന്നു എനിക്ക്. അങ്ങനെയാണ് ഇത് ബ്രേക്ക് ആയത്. ആൻഡ് ഈ ആദ്യ ദിവസം ഞാനിത് തുടങ്ങിയപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്താൽ തുടങ്ങിയത്. ഭയങ്കര ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റിയില്ല. അതായത് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. പക്ഷേ ഞാൻ 3 ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തു കേട്ടോ. ആൻഡ് ഈ 3 ദിവസം തമ്മിൽ എനിക്ക് ആകെ വ്യത്യാസം തോന്നിയത് എൻ്റെ ഡ്രസ് കളറിൽ മാത്രമാണ്. ബിക്കോസ് ലൈഫ് ഭയങ്കരമായി റിപ്പീറ്റേറ്റീവായിട്ട് എനിക്ക് ആ വീഡിയോയിൽ തോന്നി. എൻ്റെ ലൈഫ് ആക്ച്വലി റിപ്പീറ്റേറ്റീവ് ആണ് ആൻഡ് ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഒരേ സാധനം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ടാവില്ലേ. സോ ഐ ഫെൽറ്റ് വേണ്ട. ആൻഡ് ഞാൻ ഇതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാതെ ഞാൻ 8 ദിവസം ചെയ്തിട്ട് ഞാൻ പിന്നെ കിടപ്പായി. പക്ഷെ ഇത്തവണ ഞാൻ ഓർത്തു ഓക്കെ, രണ്ടും കൽപ്പിച്ച് വീഡിയോ ഒക്കെ ഇട്ട് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തേക്കാം. അങ്ങനെ ഹിയർ വി ആർ. സോ നമ്മൾ അതിലെല്ലാ ദിവസവും ഇങ്ങനെ ഡേയ്സ് വെറ്റി വരുന്നത് നമുക്കൊരു മോട്ടിവേഷൻ തരും ചെയ്യാൻ. എനിക്കൊരു മോട്ടിവേഷൻ തരും ചെയ്യാൻ. സോ അത് പിന്നെന്താ ചെയ്തേ? സോ എൻ്റെ 75 ഡേ ചലഞ്ച് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി കുഞ്ഞു വ്ളോഗ്സ് ഇടുക, 2-3 മിനിറ്റ് നീണ്ട ലൈക്ക് ഡെയിലി വ്ളോഗ്സ് ഇടുക ഓൺ ഹൗ മൈ ഡേ വെൻറ്റ്. പിന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞ് ഷോർട്സ് ഇടുക. ആൻഡ് ദെയർ വിൽ ഡെഫിനറ്റ്ലി ബി ഡേയ്സ് വെയർ ഐ മിസ് ദിസ്. ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാൻ 1.5 മണിക്കൂർ വേണമെങ്കിൽ ഞാനത് വീഡിയോ കൂടെ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നെങ്കിൽ എനിക്ക് സാധനം ചെയ്യാൻ 3/4 മണിക്കൂർ വേണം. സോ ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള ഡേയ്സുകളിൽ ഞാൻ ഈ 75 ഡേ ഹാർഡ് ചലഞ്ച് കുത്തു നടക്കുന്ന ചിലപ്പോൾ പാടുപെട്ടായിരിക്കാം. അതിനൊക്കെ അതിൻ്റെ വീഡിയോയും കൂടി എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് പറ്റണമെന്നില്ല. സോ നോ മാറ്റർ വാട്ട്, ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യും വീഡിയോ ഇടുന്നതിനെക്കാട്ടും. സോ ദെയർ വിൽ ബി ഡേയ്സ് വെയർ വീഡിയോ മിസ്സാവും. അപ്പം അത്രയേ ഉള്ളൂ. സോ നമ്മൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ഞാൻ മീൽ പ്ലാൻ ചെയ്തു, ഞാൻ എൻ്റെ നോഷൻ ട്രാക്കർ സെറ്റ് ചെയ്തു, ഞാൻ എൻ്റെ റൂം അതിനനുസരിച്ച് റെക്കോർഡ് ചെയ്തു, ലൈക്ക് ക്ലീൻ ചെയ്തു, ഡെക്കറേറ്റ് ചെയ്തു, അതാണ് ഉദ്ദേശിച്ചത്, റെക്കോർഡ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ഓർഡറാക്കി, ഞാൻ എൻ്റെ ഫുഡൊക്കെ സ്റ്റോക്കപ്പ് ചെയ്തു ഞാൻ. സോ ഒരു ചാലഞ്ച് റെഡി കിഡായി ഞാൻ. സോ എൻ്റെ പ്ലാൻ ഡെയിലി ഓടാൻ പോകുക എന്നാണ്. ആൻഡ് ഞാൻ ഒട്ടും ഓട്ടം പേഴ്സണല്ല, പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ചു. അതും ഒരു ചാലഞ്ചായിട്ട് എടുത്തു. എൻ്റെ ആഗ്രഹം ഈ 75 ഡേ ചലഞ്ച് കഴിയുന്നതിനുള്ളിൽ 5K 30 മിനിറ്റിൽ ഓടാൻ പറ്റുന്ന ലെവലിലേക്ക് ഞാൻ എത്തുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ചലഞ്ച്. ആൻഡ് എല്ലാ ദിവസവും ഓടാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ 45 മിനിറ്റ് ഓട്ടവും വാമപ്പും കൂൾ ഡൗൺ ഒക്കെ ആയിട്ട് 45 മിനിറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ 45 മിനിറ്റ് നടക്കാൻ പോകും. ഇതാണ് എൻ്റെ ഔട്ട്ഡോർ പ്ലാൻ. ഇൻഡോർ പ്ലാൻ ഇസ് ഞാൻ യൂട്യൂബ് നോക്കി ഹോം വർക്കൗട്ട്സ് ആണ് ചെയ്യാറ്. അതല്ലെങ്കിൽ ഞാൻ സൂര്യ നമസ്കാരം ചെയ്യും. സോ ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബുക്ക് ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ വായിക്കാൻ എടുത്ത് വെച്ചേക്കുന്ന ബുക്ക് സീക്രട്ട്. ഇതാണ് എൻ്റെ നോൺ ഫിക്ഷൻ ബുക്ക് ഫോർ നൗ. സോ എല്ലാ ദിവസവും ഇതിൻ്റെ ഒരു 10 പേജ് വായിക്കുക. അങ്ങനെ സോ ബി ചാലഞ്ച് റെഡി ബിഫോർ യു സ്റ്റാർട്ട് ദി ചലഞ്ച്. അതാണ് ഇതിലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പ്ലാൻ ചെയ്യുക ആൻഡ് മേക്ക് ഷുവർ യുവർ തിങ്സ് ആർ ഗോയിങ് ക്ലിയർ. ഒരു ഗോളോടെ പോവുക. ബിക്കോസ് എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ ഇറ്റ്സ് ലൈക്ക് യു ആർ പ്ലാനിങ് ടു ഫെയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണ്. അത്രയും പ്ലാനിങ് ഒന്നും ചെയ്യണ്ട, ഞാൻ കുറച്ച് സൈക്കോട്ടിക് ആവാറുണ്ട്. ബട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് ഇതങ്ങ് തുടങ്ങുക ആൻഡ് കീപ് ഗോയിങ്. ലെറ്റ്സ് സീ വെയർ ദിസ് ഗോസ്. ഇത്തവണയും ഇനി കിടപ്പിലാവുന്ന വിധം പനിയൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.